ഇത് BS3 ഡ്യൂക്ക് 200 ആട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ചെയിൻ സോക്കറ്റ് മാറാനാണ്. BS3 വണ്ടി എന്ന് പറഞ്ഞാൽ അല്ലേ തന്നെ ഒരു പ്രത്യേക ഒരു വൈബ്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് സ്പോക്കറ്റ് പോരി, ഈ ഒരു സൈഡ് ഫുഡ് റെസ്റ്റ് പോരി. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ ചെയിനും ചെറിയ സ്പോക്കറ്റും. വന്ന് പിള്ളേരെ പറ്റിക്കാൻ തുടങ്ങിയടാ ഇവന് എങ്കിൽ അറിയത്തില്ലെന്ന് പറയണോ. 2 ദിവസമായി അവിടെ സൈക്കിൾ കൊണ്ടുവച്ചിട്ട്. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോൺസൻ്റെ അടുത്തേക്ക് പോവുകയാണ്, അതായത് മോട്ടോറാഷിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അതായത് ഇപ്പോൾ ഈ വണ്ടി നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഒരു ഡ്യൂക്കും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഡ്യൂക്കിന് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. അതായത് ഡ്യൂക്കിൻ്റെ ചെയിൻ സോക്കറ്റൊക്കെ മാറണം. ചെയിൻ സോക്കറ്റ് മാറി നമുക്ക് അവിടെ പോയിട്ട് വേറൊരു വണ്ടിയുടെയും കൂടെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വണ്ടമേടിനാണ്. വണ്ടമേട് പോയിട്ട് ഈ വണ്ടി കൊടുത്തിട്ട് വേണം ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് വരാനായിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡ്യൂക്കും എടുത്തിട്ടുണ്ട്. ഡ്യൂക്ക് അവിടെ നിന്ന് എടുത്ത് ഈ നമ്മുടെ വണ്ടി അവിടെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് നേരെ ഇങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇത് BS3 ഡ്യൂക്ക് 200 ആട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. നിങ്ങൾ എന്നെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്യൂക്ക് മച്ചാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അതാണ് ഇൻസ്റ്റ ഐഡി കേട്ടോ, ഡ്യൂക്ക് മച്ചാൻ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ചെയിൻ സോക്കറ്റ് മാറാനാണ്. ചെയിൻ സോക്കറ്റ് അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പോയിട്ട് മാറാൻ. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഇത് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. സമയം ഇപ്പോൾ ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. 10:30 കഴിഞ്ഞ് 11 ആവറായി കാണും. അതിനെക്കുറിച്ച് ഒരു പിടുത്തവും ഇല്ല. ചേട്ടാ കേരളേ ചേച്ചിയായിരുന്നു കേട്ടോ. മീറ്ററിലെ സ്പീഡ് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ, അതെന്തോ ചെറിയൊരു എററാണ്. BS3 വണ്ടി എന്ന് പറഞ്ഞാൽ അല്ലേ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ്. ഇതിൻ്റെ ആ ഒരു അഗ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അവൻ അങ്ങനെ വന്നത് ബ്ലഡി ഫുൾ. ജസ്റ്റ് ഒന്ന് ത്രോട്ട് കൊടുത്തു നോക്കട്ടെ. ഓ വണ്ടി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. BS3 അല്ലേലും വേറൊരു ലെവലാണ്. എൻ്റെ പൊന്നെ സാധനം എന്ത് രസമാണെന്നറിയോ ഓടിക്കാനായിട്ട്. നമ്മൾ ഈ ത്രോട്ട് കൊടുത്ത് ഓടിക്കാൻ വേറെ വൈബാണ്. ഇപ്പോഴത്തെ വണ്ടികൾക്കൊന്നും ആ ഒരു ഇതൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇതെന്താണ് എല്ലാവന്മാരും നമ്മുടെ നേരെയാണല്ലോ വരുന്നത്. ഇതത്ര ശരിയല്ല കേട്ടോ. ചെയിൻ സോക്കറ്റും കൂടെ മാറിയിട്ട് നമുക്കൊരു റൗണ്ട് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ആ ചെയിൻ സോക്കറ്റിൻ്റെ ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. പക്ഷേ അത് ചെയിൻ സോക്കറ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കിടലിനായിരിക്കും. ഇതുണ്ടോ നമ്മുടെ ആ ഒരു പുള്ളിങ്ങ ഉണ്ടോ വണ്ടിയുടെ ആ ഒരു സൗണ്ട്. എൻ്റെ മോനെ, ആ സൗണ്ടൊക്കെ ഒരു രക്ഷയില്ല. എന്നാ പെട്ടെന്നല്ലേ ആ ഒരു സ്പീഡ് നമുക്ക് കയറി വരുന്നത്. ഓ, പിന്നെ ഞങ്ങൾ സ്പീഡോമീറ്റർ നോക്കണ്ട, അത് ഫുൾ എററാണ്.
ഈ ഒരു വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ആൾക്കാരുടെ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ അത്യാവശ്യം ത്രോട്ട് കൊടുത്ത് പോവുകയാണെങ്കിൽ ആൾക്കാരെല്ലാവരും നമ്മളെ തന്നെയാണ് നോക്കുന്നത്. അത് ചിലപ്പോൾ എന്താ പറയുന്ന സൗണ്ട് കേട്ടിട്ടായിരിക്കും, അല്ലെ ചെറിയൊരു കൗതുകത്തിലായിരിക്കും, ചിലപ്പോൾ പ്രാഗന്തിയായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ജോൺസന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവനിവിടെ കാണും. വണ്ടിയൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അവനെന്തി ജോൺസാ വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി. ഇതിന് USD കയറ്റുന്നതാണ് വീഡിയോ. അതെന്തായാലും ഒട്ടനെ വരുന്നതായിരിക്കും. ഇത് BS3 കേട്ടോ, BS3 NS ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അടുത്തായിട്ട് ചെയ്യാം. അതായത് ഇത് ഫുള്ള് ഡോമിനാറിൻ്റെ ഒരു USD ഫോക്സ് കയറ്റുന്നതാണ്. ഓക്കെ, അവനൊന്ന് വരട്ടെ. അതേണ്ട അവൻ ചാടി ചാടി വരുന്നു. ഇതെന്നാ കുടുംബിയൊക്കെ കെട്ടിയേക്കുന്നേ? എൻ്റെ പോലെ സീൻ കൊള്ളാമല്ലോ. എങ്ങോട്ടാ ഓടുന്നേ? ഓടാതെ. കുടുംബി ജോൺസൺ. ഇതെല്ലാ വണ്ടിയുടെ ആണല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ചെയിൻ സോക്കറ്റും കൂടെ മാറുന്നത് ജോൺസൺ അവിടെ അഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടെയിലൊക്കെ അവൻ അഴിച്ചു വെച്ചു. ഇനിയിപ്പോൾ നൈസിൻ്റെ പരിപാടി തുടങ്ങാം കേട്ടോ. അതെ, ഇത്രയേ ഊരിയിട്ടുണ്ട് ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ ഫ്രണ്ട് സ്പോക്കറ്റ് ഊരി, ഈ ഒരു സൈഡ് ഫുഡ് റെസ്റ്റ് ഊരി, ചെയിനും ഊരി ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീലും കൂടെ ഊരണം. വീല് ഊരിയിട്ട് ആ ഒരു ചെയിൻ സ്പോക്കറ്റ് മാറണം കേട്ടോ. അതെ, ടയർ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി പോയിടാം. പെട്ടെന്ന് പണിയടയാണ് സായ്മ. എന്തുവായത് പിള്ളേർ കളിക്കുന്നത്. ഇതാണ് നമ്മുടെ പുതിയ ചെയിൻ സ്പോക്കറ്റ്. ഇതുണ്ടല്ലേ, റോളോൻ്റെ ആണ്. അതായത് നമുക്ക് പൊട്ടിച്ചിട്ട് നോക്കാം കേട്ടോ. ഇതുണ്ടല്ലേ, ഇതെന്ന് പറയുന്നത് 4 ഹോളാണ്. അത് BS3 വണ്ടി ആയതുകൊണ്ടാണ് ഈ 4 ഹോൾ വരുന്നത്. BS4 ഒക്കെ ആണെങ്കിൽ നമുക്ക് 6 ഹോളാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സാധനത്തിന് 1800 രൂപ റേറ്റേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെയിൻ സ്പോക്കറ്റിന്. എടാ, അവൻ തന്നെ എല്ലാം കാണിച്ചു തരുവാണ് സുഹൃത്തുക്കളെ. ആരും പറ്റിക്കപ്പെടില്ല. അതെ, ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ ചെയിനും ചെറിയ സ്പോക്കറ്റും. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ, പുറകിലത്തെ സ്പോക്കറ്റ് വീലും കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നേരെ വണ്ടിയിലേക്ക് കയറ്റാം കേട്ടോ. പുതിയ ഇപ്പം അത് പോയി ഒന്നുകൂടെ കേട്ടോ. ഞങ്ങൾ ചുമ്മാ അവിടെ സാധനം വെച്ചു, സാധനം ഉരുണ്ട് പോയത് കേട്ടോ. കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ എൻ്റെ വിറ്റൊക്കെയാണ്. ഇപ്പം പുതിയ ചെയിനും കയറ്റി, നമ്മുടെ ഫ്രണ്ട് സ്പോക്കറ്റും പുതിയത് കയറ്റി, അതുപോലെ ബാക്ക് സ്പോക്കറ്റും പുതിയത് കയറ്റി. ഇത് കണ്ടില്ലേ, ഫ്രണ്ട് ഭാഗം ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ സ്പോക്കറ്റൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തു. അതുപോലെ നമ്മുടെ ഫുഡ് റെസ്റ്റും എല്ലാം കയറ്റി സെറ്റ് ചെയ്തു. സൈഡ് കവറും കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ചെയിനും കൂടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ പരിപാടി ഫുള്ള് തീർന്നിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനത്തെ ചെയിൻ സോക്കറ്റ് ഫുള്ള് മാറിയിട്ട് ചെയിനും ടൈറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഹഗ്ഗറും കൂടെ എടുത്ത് ഇതേ സെറ്റ് ചെയ്യണം. അതും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ വെളിയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു NS. ഈ ഒരു NSൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോയും എന്തായാലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തേക്കാം. അതും കൂടെ ജസ്റ്റ് കയറി നോക്കുക. വന്ന് ജോൺസൺ പിള്ളേരെയും പറ്റിക്കാൻ തുടങ്ങി. നോക്കി, ഈ ഒരു സൈക്കിളിൻ്റെ ബ്രേക്ക് കേബിളൊക്കെ മാറാനായിട്ട് വന്നേക്കുന്നതാണ്. ഇത് പോയി അപ്പോൾ പിള്ളേർ പറഞ്ഞു നാളെ വന്ന് സെറ്റാക്കി തരാം, അതിൻ്റെ ഗ്രിപ്പൊക്കെ മുറിക്കണം, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പിള്ളേരെയും പറ്റിച്ച് ജോൺസൺ. രണ്ട് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. തെളിവ് സഹിതണ്ട്. പിള്ളേർ കൊണ്ട് കൊടുത്ത ഗ്രിപ്പൊക്കെ നോക്കി കണ്ടോ, സെറ്റ് സാധനം. എടാ അല്ല ചോദിക്കട്ടെ, അതിനല്ല അതിനല്ല. ഈ സാധനം ആര് കൊണ്ട് കൊടുത്താ? എടാ ഈ സാധനം ഇത് പറഞ്ഞിട്ട് പോ. ഈ സാധനം ആര് കൊണ്ട് കൊടുത്താ? പിള്ളേർ എന്തിനു കൊണ്ട് കൊടുത്താ? വന്ന് പിള്ളേരെയും പറ്റിക്കാൻ തുടങ്ങിയടാ ഇവന് എന്നെ ചെയ്യണ്ടേ? ആ പാവം പിള്ളേരെയും പറ്റിച്ച്. എന്തുവാടാ എടാ, അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയണോ? 2 ദിവസമായി അവിടെ സൈക്കിൾ കൊണ്ടുവച്ചിട്ട്. ഉളുപ്പുണ്ടോ? ഇവിടെ ഫുൾ ബ്ലാക്ക് അടിച്ച് ഒരു RCയും കൂടെ അതെ ചെയ്തതാണ്. ഫുൾ ബൈ മോട്ടറാഷ്. പക്ഷേ രാത്രിയായി പോയില്ല, നല്ല വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി. കണ്ടില്ലേ, നല്ല തിളങ്ങുന്ന വെട്ടം കൊണ്ടുവന്നിടാ. ഫുൾ ഓൺ ഫുൾ പവർ. അവന്മാരെന്തേ പുറകിന് വരുന്നുണ്ട്. നമ്മൾ നേരെ ഇനിയിപ്പോൾ അപ്പുറത്തെ കടയിലോട്ടൊന്ന് പോകുവാണ്. ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോകാനായിട്ട്.
അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്യൂക്കും കൊടുക്കണം. നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും എടുത്തിട്ട് വേണം പോകാനായിട്ട്. വണ്ടി ചെയിൻ സ്പോക്കറ്റൊക്കെ മാറി കഴിഞ്ഞപ്പോൾ വണ്ടി നല്ല സ്മൂത്തായി, നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. കൊള്ളാം. ഇതിപ്പം വേറെ 2 ലൈറ്റാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വെട്ടം കേട്ടോ. ഫോഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, 2 ലൈറ്റും ഉണ്ട് കേട്ടോ. മാറ്റിയിടാം. കണ്ട മഞ്ഞ ഇട്ട് കഴിഞ്ഞപ്പം ഭയങ്കര വെട്ടമായില്ലേ. ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ. നമ്മുടെ വണ്ടിയും തിരിച്ച് കിട്ടി. ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുവാണ്. അപ്പോൾ ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയായി, പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണത്തുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും, നമുക്ക് ഇനി ഇതുപോലത്തെ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.